മലപ്പുറം ജില്ലയിലെ അത്താണിക്കൽ പാഴൂർ റോഡിന് പുതുജീവനേകി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 1.5 പതിറ്റാണ്ടിലേറെയായി തകർന്നു കിടന്നിരുന്ന റോഡാണ് പദ്ധതിയിലൂടെ പുനർനിർമ്മിച്ചത്. വേണ്ടത്ര വികസനമെത്താത്ത മലപ്പുറത്തെ ഗ്രാമീണ റോഡുകളാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന വഴി നവീകരിക്കുന്നത്. 1.5 പതിറ്റാണ്ടിലേറെയായി തകർന്നു കിടന്നിരുന്ന അത്താണിക്കൽ പാഴൂർ റോഡ് നവീകരണമാണ് ഏറ്റവും ഒടുവിൽ പൂർത്തിയായത്. കുറ്റിപ്പുറം മാധവനാട് പഞ്ചായത്തുകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. നാട്ടുകാർ സൗജന്യമായി വിട്ടുനൽകിയ ഭൂമിക്ക് പുറമെ നാട്ടുകാരുടെ കൂട്ടായ്മ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് ഭൂമി ഏറ്റെടുത്ത് നൽകി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിനെ തുടർന്നാണ് PMGSY പദ്ധതി പ്രകാരം റോഡ് വീതി കൂട്ടി നവീകരിച്ചത്. നിർമ്മാണ ഘട്ടത്തിൽ ഏറെ പ്രതിസന്ധി ഉള്ളത് ഇവിടെ കടന്നാ കുടുങ്ങി എന്നാണ് ഈ റോഡിന്റെ പേര് തന്നെ ഉണ്ടായത്. അത് റിക്കാർഡിക്കലായിട്ട് അങ്ങനെ ആവർത്തിച്ചു വന്നതാണ്. അതിന്റെ പ്രശ്നം ഇവിടെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ മാത്രമുള്ള സൗകര്യം 2 മീറ്റർ 2.5 മീറ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ സമിതി നേരിട്ട് ഇതിൻ്റെ ഭൂ ഉടമകളെ സമീപിക്കുകയും അവരിൽ നിന്ന് അത് ഭൂമി വിലക്ക് വാങ്ങുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ഘട്ടം അതാണ് ഉണ്ടായത്. നല്ല രീതിയിൽ ആളുകളൊക്കെ സഹകരിച്ച് സാമ്പത്തികമായി തന്നിട്ടാണ് നമ്മളത് വാങ്ങി. എന്നതിന് ശേഷമാണ് ഈ PMGSYയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അവരുടെ സർവേയിൽ ഇത് കണക്ടിവിറ്റിയും ഈ ഭൂമിയിൽ ലഭ്യമാണ് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ 165 ഗുണഭോക്ത ഈ റോഡിൻ്റെ ഭൂമിയുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഭൂമി വിട്ട് നൽകിയതിന് ശേഷം ആവശ്യമായ വീതി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഫണ്ട് അനുവദിക്കേണ്ടായത്. അപ്പാണ് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റേ എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വന്നിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇത്ര ഭംഗിയായി ഈ റോഡ് സ്ഥലമേറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2.5 കോടിയോളം രൂപ ചെലവിട്ടാണ് 3.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ് നവീകരിച്ചത്. വലുതും ചെറുതുമായി 5 പാലങ്ങളും നിർമ്മിച്ചു. വയലുകൾക്കും തോടുകൾക്കും സമീപത്ത് പാർശ്വഭിത്തികളും കൈവരികളും സ്ഥാപിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന പാഴൂർ അത്താണിക്കൽ റോഡാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതി പ്രകാരം നവീകരിച്ചിരിക്കുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ സുഗമമായിരിക്കുകയാണ്. മലപ്പുറത്തു നിന്നും ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.